ഹലോ ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ട്രാവൽ ലോഗാണ്. അപ്പോൾ മക്കളൊക്കെ ഒന്നിച്ച് ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ പെരുന്നാളിന് നമ്മൾ ടൂറൊക്കെ പോവാറ് പതിവുണ്ടായിരുന്നായിരുന്നു. കാരണം സീസണൊക്കെ ആയത് കാരണം തന്നെ ഉറക്കമൊന്നും ശരിയാവാത്ത വളരെ ടയേർഡായിരുന്നു. അപ്പോൾ എവിടെയും പോകാനൊന്നും തോന്നിയില്ല. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു യാത്ര. നമ്മളെപ്പോഴും പോവുക ഗൂഡല്ലൂർ, ഊട്ടി, അങ്ങനെ ആ ഒരു റൂട്ടാണല്ലോ എപ്പോഴും പോകാറ്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ വാൽപ്പാറ, മലക്കപ്പാറ ആ റൂട്ടാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4:30 എണീറ്റിട്ടുണ്ട്. എണീക്കുന്നൊക്കെ ഒരു ടാസ്ക്കാണ് കേട്ടോ. വിളിച്ച് എത്ര സമയം വിളിച്ചാലും 10 മിനിറ്റ് എന്നിട്ട് അങ്ങനെ കിടക്കും. ലാസ്റ്റ് ഞാൻ പറയും, എനിക്ക് ഒറ്റക്കായിട്ട് എങ്ങോട്ടും പോകണ്ട, ഞാൻ ഉറങ്ങാൻ പോകുകയാണെന്ന് വന്ന് കിടന്നാലൊക്കെ എല്ലാവരും എണീക്കുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ്. രാവിലത്തെ ഒരു എണീറ്റ് മാറ്റി നമ്മൾ ഈ വണ്ടിയിലെത്തുന്ന വരെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുലർച്ചെ ഒരു 4:30 എണീറ്റിട്ടുണ്ട്. കുളിയും നമ്മൾ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളിത് ഇറങ്ങി. അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ അവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് പോയി നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും ഷോപ്പൊന്നും തുറക്കില്ല, അന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മളിന്ന് അവധി ദിവസം കൂടിയാണല്ലോ. ഞായറാഴ്ച ഓൾറെഡി നമുക്ക് എല്ലാ ദിവസവും അവധിയൊന്നും ഇല്ല കേട്ടോ. നമ്മളെങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഞായറാഴ്ച അങ്ങനെ അവധിയാക്കാറുള്ളൂ. അങ്ങനെ നമ്മളിത് അങ്ങനെ പോയോണ്ടിരിക്കുന്നു. വാൽപ്പാറ റൂട്ട് നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. ഒരു 50 കിലോമീറ്ററോളം നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി കാഴ്ചയാണ്. പക്ഷേ എനിക്ക് അവിടേക്ക് പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം പിടിക്കും. നമുക്ക് ഊട്ടിയാകുമ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ. അത് ഒരുപാട് ദൂരമുള്ള കാരണം തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങണം. അതുപോലെ നമുക്ക് ഒരുപാട് വൈകിയേ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉള്ള കാരണം നമ്മൾ എപ്പോഴും പോവാറില്ല. എന്നാലും നമ്മൾ ചാനലിൽ ഇവിടെ പോയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ഒന്നുമല്ല, കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. നേരത്തെ ഇറങ്ങിയത് കാരണം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ചായയും അതുപോലെ തന്നെ നെയ് റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. നെച്ചുമോനും അത് തന്നെ മതി എന്ന് പറഞ്ഞു. മറ്റുള്ളവരും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡാണ് കേട്ടോ. നമ്മളിവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഈ ഒരു റൂട്ട് പോകുമ്പോൾ എറണാകുളം റൂട്ടൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ മസാല ദോശയും ചായയൊക്കെ കഴിച്ചു. നെഗറ്റീവ് അടിക്കുന്ന ചിലരെങ്കിലുമൊക്കെ പറയട്ടോ, നിനക്ക് ഏത് സമയം വേറെ പണിയൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ തെണ്ടി നടക്കുകയാണോ പണിയെന്നൊക്കെ ചോദിക്കട്ടോ. അവരൊരു കണ്ണിൽ ഒരു പക്ഷേ നമ്മൾ മക്കളെയും കൂടെയൊക്കെ അങ്ങനെ കുറച്ചൊക്കെ പുറത്തേക്ക് പോകണോ ഒക്കെ ചെയ്യാന്നുള്ളതൊക്കെ തെണ്ടി നടക്കാമെന്നായിരിക്കും അവരൊരു കണ്ണിലിട്ടോ. പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ നടക്കാനുള്ള ഒഴിവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പർച്ചേസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യാത്രയൊക്കെ പോകാറുണ്ട്. പക്ഷേ അതൊരു പർച്ചേസിൻ്റെ മൂഡ് മാത്രമായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം പർച്ചേസ് ആകുമ്പോൾ നമ്മളൊരു ശ്രദ്ധയിൽ ആ പർച്ചേസ് മാത്രമായിരിക്കും. എത്രത്തോളം എടുക്കണം, ഇത് എത്രത്തോളം, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ അത് ഇതിൻ്റെ എത്രത്തോളം നമുക്ക് ഉദ്ഘാടനയും കാര്യങ്ങളും അതിനെക്കുറിച്ച് ചിന്തകളും ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം അതിങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അപ്പം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റോ എൻജോയ് ഒന്നും കിട്ടില്ല. നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാം ഒന്നും ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലതൊക്കെ നമ്മൾ നിർബന്ധിച്ച് വാശി പിടിച്ച് നേടിയെടുക്കുക എന്നുള്ളതാട്ടോ. ആഗ്രഹിച്ചൊരു ജീവിതമൊന്നും തന്നില്ല. ആഗ്രഹിക്കാത്ത ഒരുപാട് സങ്കടങ്ങൾ തന്നു, തളർന്നു പോകുന്ന പ്രതിസന്ധികൾ തന്നു, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, വേദനിപ്പിച്ചു, പരിഹസിച്ചു. പക്ഷെ അതിലൊന്നും തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ. എൻ്റെ സന്തോഷം പോലെ ജീവിക്കാൻ എനിക്കിപ്പോഴും ഇഷ്ടം. പിന്നെ എനിക്ക് വരുന്ന നെഗറ്റീവാണ് നമ്മളെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടോ. കാരണം എത്ര വയസ്സായില്ലേ, ഇനി ഇപ്പോൾ ഡ്രസ്സൊക്കെ പർദ്ദയൊക്കെ യൂസാക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളൊക്കെ വരാറുണ്ട് കേട്ടോ. നമുക്ക് എത്ര വയസ്സായി എന്നതിലല്ല കാര്യം, നമ്മൾ എത്ര വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം കേട്ടോ. കാരണം വളരെ ചെറിയ വയസ്സാണ് തോന്നിക്കോ, എന്നിട്ട് നമുക്ക് ആ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല, ഒരു സ്വപ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായമായിട്ടോ ചെറിയ വയസ്സായിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ ഏത് വയസ്സിലും എത്ര വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു, അതിലാണ് കേട്ടോ കാര്യം. പിന്നെ നമ്മളൊന്നും ചെയ്യാണ്ട് വീട്ടിലിരിക്കുന്ന അതേപോലെ അല്ലല്ലോ, നമ്മളൊരു വീഡിയോ അല്ലേ ചെയ്യണത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെറുതായിട്ടുള്ള ഒരുങ്ങലൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അത്രയ്ക്കല്ലോ കേട്ടോ. പിന്നെ സ്കിന്നും ഹെയറൊക്കെ ഞാൻ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. അതിപ്പോൾ ഒരു ചാനലിന് വേണ്ടി ചെയ്തോന്നല്ല, ഓൾറെഡി എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു വ്യത്യാസം ഒരു പക്ഷേ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്കൊരു പക്ഷേ മേക്കപ്പായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനെയാണ് നമ്മളെ ഫേസിൽ മാത്രമേ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ കഴുത്ത്, കൈ ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ നമ്മളിതിൻ്റെ കമ്പനി നടത്തണമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയാനുള്ള ഒരു കാരണം, ഞാൻ എല്ലാ ദിവസവും പുറത്തു പോകുന്ന ഒരാളാട്ടോ. ഐലൈനർ അതുപോലെ ഐബ്രോ പെൻസിൽ ഇത് രണ്ടും ദിനം സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യണം കേട്ടോ. അതുപോലെ അതന്നെ നമുക്ക് എത്ര പെട്ടെന്നാണ് തീർന്നു പോകാമെന്ന് അറിയാം. അപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വാങ്ങി യൂസ് ആക്കൂല എന്നാണ് പറഞ്ഞിട്ട് ആരോടുള്ള വാശിക്കും വൈരാഗ്യത്തിനും പറഞ്ഞതൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞതാണ്.
അങ്ങനെ നമ്മൾ വാൽപ്പാറ മലക്കപ്പാറ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ ഈ ഒരു ഡ്രസ്സ് പുതിയ ഡ്രസ്സാണ് കേട്ടോ. കാരണം ഇതിൻ്റെ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. പിന്നെ സ്ഥിരമായിട്ടുള്ള എൻ്റെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഈ ബെൽറ്റ് കാണുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ബെൽറ്റിന്. കാരണം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മീറ്റർ വാങ്ങിക്കാൻ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ, റെഡിമെയ്ഡ് അല്ല കേട്ടോ. പിന്നെ സ്ലീവ് അതുപോലെ ഹാഫ് സ്ലീവേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിലോട്ട് ഇന്നർ ഇടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. രാവിലെ നേരത്തെ ഇറങ്ങി തിരഞ്ഞു നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഷോളിൽ ഇതുപോലെ നമ്മളിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വെൽവെറ്റാണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് മഴ കാണാനും മഴ നനയാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഓർക്കും തോറും നമ്മളെ ജീവിതത്തൊക്കെ മനോഹരമാക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ ചെറുതാണല്ലേ ബാല്യകാലം ആനന്ദമാക്കിയ മഴക്കാലം. നമ്മൾ മഴക്കാലത്ത് കുടയൊക്കെ പിടിച്ച് നമ്മൾ വെള്ളത്തിലൂടെ സ്കൂളിൽ പോയതും അതുപോലെ തിരിച്ചു വരുന്നതൊക്കെ, നല്ല മഴയത്ത് കുട മാറ്റി പിടിച്ച് നനഞ്ഞതും അതുപോലെ കുട നനയാതിരിക്കാൻ കുട ബാഗിൽ വെച്ച് നനഞ്ഞു പോയതൊക്കെ ഒരുപാട് ഓർമ്മകളാണല്ലേ. എൻ്റെ വീടുകളിൽ ഞാൻ എപ്പോഴും എൻ്റെ ഒരു ചെറുപ്പകാലത്തെ എൻ്റെ കുട്ടിക്കാലത്തെ വിശേഷങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലേ. പക്ഷേ എൻ്റെ ലൈഫിൽ ഇത്രയും കാലത്തെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാലഘട്ടം അതായതുകൊണ്ടായിരിക്കാം ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ പറയും കേട്ടോ. എൻ്റെ മക്കളും ഇങ്ങനെ പറയുമ്പോൾ അമ്മൻ്റെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ പറയും, നല്ല രസമാണ് കേൾക്കാനെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെന്നോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കിങ്ങനെ വിഷമം തോന്നും കേട്ടോ. കാരണം എനിക്കുണ്ടായതുപോലെ അത്രയും സുന്ദരമായൊരു ബാല്യകാലം അവർക്കില്ലാത്ത കാരണമാണോ അവരിത് എന്നോട് ഇങ്ങനെ പറയാൻ തോന്നുന്നത് ഞാൻ വേദനയോടുകൂടി ഓർത്ത് പോകാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചൊരു തിരിച്ചറിവ് വന്നതിന് ശേഷം ഞാൻ അവരെ വളരെ എൻജോയ് ആയിട്ട് വളരെ സന്തോഷമായിട്ട് നോക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവരെ ഞാൻ പ്രേരിപ്പിക്കല്ല, അവരെ നിർബന്ധിതയാക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവരെ ലൈഫ് എൻജോയ് ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. എന്നാലും അവരങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ വിഷമം തോന്നും. എൻ്റെ പോലെ അത്രയും നല്ലൊരു കുട്ടിക്കാലം അവർക്കില്ലാത്ത കാരണമാണോ അവരെൻ്റെത് പറയുമെന്ന് പറയണത് ഞാൻ വേദനയോടുകൂടി ഓർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വാൽപ്പാറ മലക്കപ്പാറ പോണ റൂട്ടിൽ നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവിടെയൊന്നും നമ്മൾ ഇറങ്ങണില്ല, ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. ഇവിടെയൊക്കെ ഇറങ്ങി നിന്നാൽ നമുക്കിന്ന് വാൽപ്പാറ പോകാൻ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ബാല്യകാലത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരിക്കൽ പോലും ഞാനവിടെ സങ്കടപ്പെട്ടതോ ഞാനവിടെ വിഷമിച്ചിരുന്നതോ ഒരവസ്ഥ എനിക്കിപ്പോൾ ഓർമ്മയിലൊന്നും കിട്ടണില്ല കേട്ടോ. പക്ഷേ ഞാനൊരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറേ മുന്നേ ആയിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് നെഞ്ചുപൊട്ടി കരഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ കരഞ്ഞാൽ എനിക്ക് മാത്രമേ നോവൂ എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മളെല്ലാവരും കരച്ചിരുന്നിട്ട് ജീവിക്കാൻ പഠിക്കും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടിയും പോയപ്പോൾ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥലം നമ്മൾ മുന്നേ പോകുമ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. കുറച്ചുകൂടി അടുത്തേക്ക് പോകാമായിരുന്നു, ഇപ്പോൾ കുറച്ച് അടുത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ഭംഗി കേട്ടോ. മേലെ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല അതിമനോഹരമായൊരു കാഴ്ചയാണെന്നൊക്കെ തന്നെ പറയാം കേട്ടോ. നമ്മൾ ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളായിരിക്കും അല്ലേ. എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ ഉമ്മ വാപ്പയൊക്കെ മരണപ്പെട്ട് ഞാൻ തനിയായപ്പോൾ ഒറ്റപ്പെട്ടപ്പോൾ ആ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനാണ് കേട്ടോ ഒരുവിധം ഞാൻ യാത്രകളെ പ്രണയിക്കാൻ തുടങ്ങിയത്. പക്ഷെ അന്നൊന്നും എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ കുട്ടികളൊക്കെ വളരെ ചെറുപ്പമായത് കാരണം പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ചുകൂടിയൊക്കെ ആയപ്പോൾ നമുക്ക് അവരോട് ഒറ്റയ്ക്ക് പോകാമെന്നുള്ളൊരു ധൈര്യമൊക്കെ ആയി കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ചിലരൊക്കെ ചോദിക്കട്ടോ, നിങ്ങൾക്ക് ബന്ധുക്കളൊന്നുമില്ലേ, നിങ്ങൾ അവിടെ ഒന്നും പോകണമെന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ. നിറം മങ്ങിയ ഇലകളെ മരങ്ങൾ പോലും ഉപേക്ഷിക്കണം, പിന്നെ എന്തിനാ നിറം മങ്ങിയ ബന്ധങ്ങളെ തേടി നമ്മൾ അലയണം. നമ്മളെ ഉമ്മയും വാപ്പയൊക്കെ മരണപ്പെടുന്നതോടുകൂടി നമ്മളെ ലൈഫിൽ നമുക്ക് അധികാരത്തോടുകൂടി കയറി ചെല്ലാൻ ഒരു സ്ഥലം ഇല്ലാണ്ടാവുക കൂടിയാണ് കേട്ടോ ചെയ്യണത്. ഞാനിപ്പോൾ എൻ്റെ മോളോട് തന്നെ ഞാൻ അങ്ങനെ പറയും, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിനക്ക് എല്ലാ അധികാരത്തിലും എല്ലാ സന്തോഷത്തിലും എല്ലാത്തിലും ഇവിടെ വരാം. കാരണം എപ്പോഴെക്കിടക്ക് വരാൻ ശ്രമിക്കണം. കാരണം എൻ്റെ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചെക്കന്മാർക്കൊക്കെ അവളെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേൾക്കും. ലാസ്റ്റ് തീരുമാനം എൻ്റെ കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് തീരുമാനം എൻ്റെ വീട്ടിൽ അവളെ എടുക്കും. അപ്പോൾ നല്ലതാണ്, പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ
വരാൻ പറ്റുന്നിടത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്ക് മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളും സമയങ്ങളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു. അത് അവളോട് മാത്രമല്ല കേട്ടോ, ഞാൻ എല്ലാ മക്കളോടും പറയുന്ന ഡയലോഗാണ്. നമുക്ക് ഉമ്മയും വാപ്പയൊക്കെ ഉള്ള സമയത്ത് നമ്മളത് എൻജോയ് ചെയ്യുക. അവരെ സ്നേഹവും ഒക്കെ അവരെ വാത്സല്യമൊക്കെ നമുക്ക് കിട്ടാനും തിരിച്ച് നമ്മൾ അവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഉള്ള സമയം നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തണം എന്നാണ് കേട്ടോ ഞാൻ പറയുക. കാരണം നഷ്ടപ്പെട്ടു പോയവരെ വേദന നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയുള്ളൂ. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാവുക. പിന്നെ നമ്മളെ പെരുന്നാളിൻ്റെ വീഡിയോയിൽ വന്നൊരു കമൻറ്റ് കേട്ടോ, അതിനൊരു മറുപടി പറയാമെന്ന് വെച്ചു. കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ പറയുകയാണ്. കാരണം അതിൽ നമ്മൾ വളരെ ടയേർഡാണ്, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യ, ഉറക്കം വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചൂടെ, നെഗറ്റീവൊന്നും അല്ല കേട്ടോ. അപ്പോൾ അവരോടാണ് കേട്ടോ. കാരണം കുറ്റപ്പെടുത്തല്ല ഞാൻ പറയുക. കാരണം നമ്മൾ പൊതുവേ നമ്മളെപ്പോഴും രാവിലെ നമ്മൾ കാലത്ത് ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കുഞ്ഞിന് സ്കൂളിൽ പോകാനും ഫുഡും അതുപോലെ സ്നാക്സൊക്കെ വേണം. അപ്പോൾ അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കണം. പിന്നെ ഉച്ച സമയത്ത് നമ്മൾ അധികം വീട്ടിൽ ആരും ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം വരുമ്പോഴാണ് നമുക്ക് ഉണ്ടാക്കാൻ. നമ്മൾ ഒരുപാട് ടയേർഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയൊരു ഫുഡ് കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹം കേട്ടോ. കാരണം ഒരുപക്ഷെ പറഞ്ഞ ആൾക്കൊരു പക്ഷേ വീട്ടിലെന്നും ഫുഡ് കഴിക്കണമെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മളധികം പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നമ്മളെ മക്കളെ കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊരാഗ്രഹം. പക്ഷേ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റാത്ത കാരണം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞൊരു പെരുന്നാൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയൊരു യാത്രയിൽ 50 കിലോമീറ്റർ കാടാണ് കേട്ടോ. ഏകദേശം ഒരു 52 കിലോമീറ്ററോളം ഉണ്ട് തോന്നുന്നു. ഫുള്ള് കാടാണ് കേട്ടോ. കാടിനുള്ളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചു ഒരുപാട് മൃഗങ്ങളൊക്കെ കാണണേ, ആനനെ കാണണേ, എല്ലാം കാണണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു പോയിട്ടോ. പക്ഷേ ഒന്നും കണ്ടില്ല കേട്ടോ. കാരണം വളരെ മഴയൊക്കെ ആയത് കാരണം തോന്നുന്നു ഒക്കെ ഉള്ളിലായിരിക്കും. ഒന്നും കണ്ടില്ല കേട്ടോ. എന്നാൽ നല്ല മഞ്ഞായിരുന്നു. നല്ല മഞ്ഞായത് കാരണം അടുത്തെത്തിയാൽ മാത്രമേ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുള്ളൂ. തണുത്ത് വിറച്ച ഭൂമിയെ പുതപ്പിച്ച മൂടൽ മഞ്ഞിനോട് എനിക്ക് ചെറുതായിട്ടൊരു പിണക്കം തോന്നി. എൻ്റെ കണ്ണുകളിലെ മനോഹരമായ ദൂരക്കാഴ്ചയിൽ നീ എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? കാരണം എൻ്റെ ബാക്കിലുണ്ടോ ഫുള്ളായിട്ട് മഞ്ഞാണ് കേട്ടോ. കാരണം ഈ മഞ്ഞിലൂടെയുള്ള യാത്ര വല്ലാത്തൊരു എനർജിയാണ്. എനിക്ക് ഈ മഞ്ഞും അതുപോലെ ഇവിടുത്തെ തണുപ്പും അതുപോലത്തെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വല്ലാത്തൊരു ഹരമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനൊരു കാട്ടിലാണ് ജനിച്ചത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ല മഞ്ഞായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മുറ്റത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കുറേ കമ്പും അതുപോലെ കുറേ ഇലകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തീ കത്തിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടുത്തിരുന്നിട്ട് തീ കായും കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു കുഞ്ഞു മനസ്സിൽ ചെറിയൊരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു മഞ്ഞിലൂടെയുള്ള ഈ തണുപ്പിലൂടെ നമുക്ക് ദൂരക്കാഴ്ചകളൊന്നും ഇല്ലാത്ത ഈ മഞ്ഞ് മൂടി കിട്ടിയ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ഒരുപാട് വർഷം പിറകോട്ട് എൻ്റെ മനസ്സിനെ കൊണ്ടുപോവാണ്. നല്ല അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടാട്ടോ. നല്ല മഞ്ഞ് പെയ്ത് നല്ല ഇലകൾക്കൊക്കെ വല്ലാത്തൊരു തണുപ്പ്. നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മളെ കൈവിരലുകളൊക്കെ മരവിച്ച് പോകണ ഈ ഒരു തണുപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഴയകാല ജീവിതം വല്ലാണ്ട് മിസ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് അവിടെ നമ്മൾ ആദ്യം താമസിച്ചൊരു തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈഫ് വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്യണ പോലെ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സ്വയം മറന്ന പോലെയാണ് കേട്ടോ. നമുക്ക് സമയം പോണത് അറിയണേയില്ല, നമുക്കിടത്ത് പോകാനും തോന്നില്ല. നമ്മൾ കൈകാലുകളൊക്കെ ശരിക്കും ഒരു ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടതുപോലെ സ്വയം മറന്ന പോലെ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഷംനാസ് നിർബന്ധിച്ച് കൊണ്ടുപോയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് കാഴ്ചകളും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഡാം ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല വെള്ളമായിരുന്നു കേട്ടോ. അതിനെ നോക്കി നിൽക്കാൻ തന്നെ നമ്മൾ സ്വയം മറന്ന് നോക്കി നിൽക്കും. അത്ര അത്ഭുതകരമായ കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കാണാൻ നമ്മൾ വീണ്ടും അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. യാത്രകളെ ഒരുപാട് പ്രണയിച്ചിരുന്ന ഒരുപാട് പേരിപ്പോൾ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കും അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. എന്നിട്ട് നമ്മളൊരു സ്വന്തം കാര്യങ്ങൾക്ക് പോലും നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശമില്ലാത്ത എത്രയോ പേര് നമുക്കിടയിലൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും നമ്മൾ എന്ത് ചെയ്താലും അതിലൊക്കെ നെഗറ്റീവ് മാത്രം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. അതൊക്കെ മെയിൻ്റാക്കാണ്ടിരിക്കുക. നമ്മളെ ലോകത്തെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നമ്മൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാ, ജയിക്കണോ അതോ തോറ്റു കൊടുക്കണോ തീരുമാനിക്കേ. നമ്മളൊക്കെ ലൈഫിൽ നമ്മളെല്ലാ ആഗ്രഹങ്ങളും നടക്കണം എന്നൊന്നുമില്ല. എന്നാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് വേണ്ടിയൊക്കെ സമയം കണ്ടെത്തുക. എന്തിനും രണ്ടാമത് നമുക്കൊരു അവസരമുണ്ട്. ജീവിതത്തിന് മാത്രം നമുക്ക് രണ്ടാമതൊരു അവസരമില്ല. എല്ലാ ജീവിതം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രാരാബ്ധത്തിൻ്റെ നടുവിൽപ്പെട്ട് പോകുന്ന ആൺമനസ്സുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. എന്നാൽ പ്രാരാബ്ധത്തിൻ്റെയും കടപ്പാടിൻ്റെയൊക്കെ മുന്നിൽ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന പെൺമനസ്സുകളും ഉണ്ട്. അതാരും കാണാറില്ലെന്ന് മാത്രം. അങ്ങനെ ആ സമയമില്ലാതെ ഞാൻ നിർബന്ധിച്ച് കാണാൻ വന്ന ഡാമാണ് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. മേലെ വരെ വെള്ളം, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല നീല കളർ വെള്ളം, നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. ആ ഒരു കാഴ്ച കാണാൻ ഞാൻ നിർബന്ധിച്ച് വാശി പിടിച്ചത് വരെ വന്നേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം വെള്ളം വളരെ കുറവായിരുന്നു. മഴ നന്നായിട്ട് കിട്ടാഞ്ഞിട്ടാണോ എന്നാവോ വെള്ളം വളരെ കുറവായിരുന്നു. എന്നാലും നമ്മളിവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ടാണ് ഇനി മടക്കം.
അപ്പോൾ നമ്മളിവിടെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഇതുവരെ ഈ ഒരു വാൽപ്പാറ മലക്കപ്പാറ റൂട്ട് വന്നിട്ട് നമ്മളെപ്പോഴും പൊള്ളാച്ചി വഴിയാണ് തിരിച്ചു പോകാറുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ വന്ന റൂട്ട് തന്നെ തിരിച്ചു പോകാമെന്ന് വല്ലാത്തൊരു ആഗ്രഹം കേട്ടോ. കാരണം ആ ആഗ്രഹത്തിനോടൊപ്പം തന്നെ നമുക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വന്നാൽ നമുക്ക് തിരിച്ചു പോരാനുള്ള ഒരു സ്ഥലമല്ല. ഒരു ആനനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവേഴ്സിൽ പോരല്ലാതെ നമുക്ക് വണ്ടി തിരിച്ചു പോരാനുള്ളൊരു ഗ്യാപ്പില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പേടിയും ബേജാറിലൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഏകദേശം നല്ല രാത്രിയായി. അങ്ങനെ നമ്മളിങ്ങനെ പേടിച്ച് പോയോണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നല്ല ആകാംക്ഷയായിരുന്നു. മൃഗങ്ങളെ കാണണേ എന്ന് പ്രാർത്ഥിച്ചു പോയി. തിരിച്ചു വരുമ്പോൾ ഒന്നും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം മുന്നിൽ വന്ന് നിന്നാൽ ചിലപ്പോൾ വല്ല മരങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട് ചെയ്താൽ നമുക്ക് റിവേഴ്സ് ഇട്ട് പോരലും ബുദ്ധിമുട്ടാവും. അങ്ങനെ അതിൻ്റേതായ പേടിയും ബേജാറിലൊക്കെ അങ്ങനെ നമ്മളിത് കാടൊക്കെ കടന്ന് പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ നമ്മളെ ഫോണിൽ ചാർജില്ല. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇതിലില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.